നമുക്കൊരു ഫണ്ണായിട്ടുള്ളൊരു പ്രിൻറ്റിങ് എക്സസൈസ് നോക്കാം. അതായത് നമുക്ക് വേണ്ടത് ഒരു കൗണ്ട് ഡൗൺ പ്രിൻ്ററാണ്. അതായത് നമുക്ക് ലൈക്ക് ഒരു റോക്കറ്റിൻ്റെ ടേക്ക് ഓഫിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പോലെ റിവേഴ്സ് കൗണ്ട് ചെയ്ത് വരണം. അതായത് 10, 9, 8, 7, 6, 5, 4, 2, 1 ഇങ്ങനെ വന്ന് 0 വരെ എത്തുന്നവരെ അതുപോലെ ഒരു റിവേഴ്സ് കൗണ്ട് ഡൗൺ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അത് നമുക്കിങ്ങനെ ഒരു പ്രിൻറ്റിങ് വെച്ച് പൈത്തണിൽ ചെയ്യാൻ നോക്കാം. സോ ആസ് യൂഷ്വൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള കാര്യം ആദ്യം ചെയ്യാം. നമുക്ക് സിംപ്ലി ഒരു ഫോർവേഡ് പ്രിൻറ്റിങ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഫോർ ലൂപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് വെറുതെ പ്രിൻറ്റ് ചെയ്യാം. സോ ഈ പ്രോഗ്രാമിനെ ആയിരിക്കും നമ്മൾ മോഡിഫൈ ചെയ്ത് റിവേഴ്സ് കൗണ്ടിങ് ആക്കി മാറ്റുന്നത്. സോ ഇത് ഒറ്റയടിക്ക് 0, 1, 2 up to 10 വരെ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് 11 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 to 10 വരെ പ്രിൻറ്റ് ചെയ്ത് വരും. ഇനി ഇവിടെ ഒറ്റയടിക്ക് നോക്കിയാൽ നമുക്കറിയാം ഇത് വളരെ ഫാസ്റ്റായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദർ ഈസ് നോ ഡിലേ. അപ്പോൾ ഒരു ചെറിയ ഡിലേ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു ഡിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈം എന്ന് പറയുന്ന ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുവാണ്. അതിനുശേഷം ഒരു ചെറിയ ഡിലേ കൊടുക്കാനായിട്ട് ഞാൻ ഈ ലൂപ്പിൻ്റെ അകത്ത് time.sleep എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുന്നു. ഇവിടെ സെക്കൻഡിൽ പറഞ്ഞു കൊടുക്കണം ഡിലേ എത്രയാണ് വേണ്ടതെന്നുള്ളത്. എനിക്ക് വേണ്ടത് ഒരു 0.5 ഡിലേ ആണ് വേണ്ടത്. സോ ഞാൻ ഈ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിതുപോലെ താഴെ ഈ പറയുന്ന നമ്പേഴ്സ് വരും. സോ ഇനി എനിക്ക് വേണ്ടത് ഇത് നേരെ തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ വരണം. സോ ഒരു 5ൽ നിന്നും തുടങ്ങി 0ൽ എത്തുന്ന രീതിയിൽ കൊടുക്കാം. സോ ഇതിനായിട്ട് ഞാൻ 5 up to 0 പോകണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ -1 കൊടുക്കണം, എന്നാലേ എനിക്ക് 0 വരെ പോകുള്ളൂ. അതുപോലെ അത് റിവേഴ്സ് ഡയറക്ഷനിൽ പോകണം എന്നുള്ളതുകൊണ്ട് ഞാൻ വീണ്ടും -1 സ്റ്റെപ്പ് സൈസായിട്ട് -1 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5, 4, 3, 2, 1, 0 ഇങ്ങനെ വരും. ഇനി നമുക്ക് വേണ്ടത് അടുത്ത സ്റ്റെപ്പിൽ വേണ്ടത് ഇത് ഡിഫറെൻറ്റ് ലൈൻസിൽ വരാതെ സെയിം ലൈനിൽ തന്നെ വരാൻ വേണ്ടിയിട്ടാണ്. സോ സെയിം ലൈനിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് കൊടുക്കാം. സോ എൻഡ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റിൽ ഞാനൊരു empty string കൊടുക്കുവാണ്. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് സെയിം ലൈനിൽ തന്നെ ഈ പറയുന്ന നമ്പേഴ്സ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കാര്യം വേണ്ടത്, എനിക്ക് പ്രീവിയസ്ലി ഉണ്ടായിരുന്നതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയ നമ്പർ വരണം. അതായത് 5 ഡിലീറ്റ് ചെയ്തിട്ടാണ് 4 വരേണ്ടത്, 4 ഡിലീറ്റ് ചെയ്തിട്ടാണ് 3 വരേണ്ടത്. സോ അങ്ങനെ വരണം എന്നുള്ളത് കൊണ്ട് ഞാനതിനെ ഒരു സ്ട്രിങ് ആക്കി മാറ്റുവാണ് ഈ ഒരു പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ എനിക്കതൊരു എഫ് സ്ട്രിങ് ആക്കി മാറ്റാം. എഫ് സ്ട്രിങ് യൂസ് ചെയ്ത് എനിക്ക് ആ ഒരു നമ്പറിനെ ഒരു സ്ട്രിങ് ആക്കാം. സോ അങ്ങനെ ചെയ്താൽ എഫ് സ്ട്രിങ് ആയി മാറും. പക്ഷേ അതിൻ്റെ കൂടെ ആ ഒരു ഡിലീഷൻ പാർട്ട് കൂടെ ചെയ്യണം. അതായത് പ്രീവിയസ് ഉണ്ടായിരുന്ന എന്തെങ്കിലും സ്പേസോ ക്യാരക്ടേഴ്സോ ഉണ്ടെങ്കിൽ 1 സ്പേസ് ഡിലീറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് \r എന്ന് പറയുന്ന സ്പെഷ്യൽ ക്യാരക്ടർ യൂസ് ചെയ്യാം. സോ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ക്യാരക്ടറിനെ ഡിലീറ്റ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു പുതിയ പ്രിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. സോ ഇത്രയും ചെയ്തതിന് ശേഷം ലാസ്റ്റ് നമുക്കൊരു സിമ്പിൾ പ്രിൻറ്റ് മെസ്സേജ് കൂടെ കൊടുക്കാം. സോ ഇപ്പോൾ ഉള്ളതിനെ ഡിലീറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ സോ നമ്മുടെ കൗണ്ട് ഡൗൺ ടൈമർ റെഡി ആയിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ ടൈമറിൻ്റെ ലെങ്ത് കൂട്ടുകയോ കുറയ്ക്കുകയോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിതിൽ ചെയ്യാൻ സാധിക്കും. സോ 10, 9, 8, 6, 5, 4, 3, 2, 1, 0